യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാരംഭമായി ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 13-ന്റെ 11 മുതൽ 13 വരെയുള്ള വാക്കുകൾ വായിച്ചാട്ടെ. ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു. അപ്പം അതൊരു ബന്ധനമാണ്. ആ രോഗം ഒരാത്മാവിൽ ആഭ്യന്തിക്കപ്പെട്ട അവസ്ഥയാണ്. എത്ര വർഷം കേൾക്കുന്നത്? 18 സംവത്സരമായി ഒട്ടും നുവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ. അപ്പൊ അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കിക്കോളെ. അപ്പൊ ആ സ്ത്രീയെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? അവളെ അടുക്കൽ വിളിച്ചു. അല്ലേ? വായിച്ചു. സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. നാളുകളായി 18 വർഷമായി നിവരാത്തവൾ നിവർന്നു. എപ്പോൾ? യേശു ക്രിസ്തുവിന്റെ വാക്കിനാൽ അവിടെ ദുരാത്മാവ്, അവളെ കെട്ടിവെച്ചിരുന്ന ദുരാത്മാവ് വിട്ടുമാറി. ഒരാമയും പറഞ്ഞ. അപ്പം അവൾ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. സൗഖ്യം കിട്ടിയവൾ എന്ത് ചെയ്തു? സൗഖ്യം എന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. അതിന്റെ മത്തായിയുടെ സുവിശേഷം നമുക്ക് 9-ാം അധ്യായം 32-33 വാക്കുകളൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ന്റെ 32-33 വേഗം വായിച്ചാൽ. ഭൂതഗ്രസ്തനായ ഒരു ഊമനെ തന്റെ അടുക്കൽ കൊണ്ടുവന്നു. മുമ്പേ നമ്മൾ വായിച്ചു, കൂനിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുകയാണ് ഭൂതഗ്രസ്തനായ ഒരു വ്യക്തി, സംസാരശേഷിയില്ലാത്ത ഊമനായ ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്നു. ഭൂതത്തെ എന്ത് ചെയ്തു? അവൻ പുറത്താക്കിയ ശേഷം ആ ഊമന് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പം അവന്റെ സംസാരശേഷിയെ ബന്ധിച്ചു വെച്ചിരുന്ന ദുരാത്മാവ് യേശു ക്രിസ്തുവിന്റെ വാക്കിനാൽ അല്ലെങ്കിൽ കർത്താവിന്റെ കൈവപ്പിനാൽ അത് മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ കർത്താവിനെ ശാസിച്ച് പുറത്താക്കി. ആ വാക്യം വായിച്ചാൽ അത് ഈ അത്ഭുതം കണ്ടെന്ത് ചെയ്തു? പുരുഷാരം അതിശയിച്ചു. ആ വാക്യം പൂർണ്ണമായിരുന്നു. 12-ാം അധ്യായം 22, മത്തായിയുടെ സുവിശേഷം തന്നെ 12-ന്റെ 22 വായിച്ചാൽ. അനന്തരം ചിലർ കുരുടനും ഊമനുമായ, നമ്മള് മത്തായിയുടെ സുവിശേഷം 9-ൽ കണ്ടു, ഊമനായ സംസാരശേഷിയില്ലാത്തൊരു വ്യക്തിയെ കർത്താവിന്റെ സന്നിധി കൊണ്ടിരുന്നു. ഇവിടെ ഇരിക്കുകയാണ് ഊമനും കുരുടനുമായ ഒരു വ്യക്തിയെ, ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പൊ ഭൂതത്തിന്റെ പ്രവൃത്തി കൊണ്ട് കാഴ്ചയും പോയി, പിന്നെ സംസാരശേഷിയും പോയി. അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ശക്തി സ്തുതിച്ചാണ്. സ്തോത്രം. 4-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 24-25 വായിച്ചാൽ. അവന്റെ ശ്രുതി നാനാവ്യാധികളാൽ ബാധകളാലും വലഞ്ഞവർ, കേട്ടോ, നാനാവ്യാധികളാലും രോഗങ്ങളാലും ഭൂതങ്ങളുടെ കൺട്രോളിൽ അല്ലെങ്കിൽ ബന്ധനത്തിൽ അകപ്പെട്ടവരും, വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകല വിധ ദീനക്കാരും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. എന്തായിരിക്കുന്നത്? അവൻ അവരെ സൗഖ്യമാക്കി. 21 ഉപവാസം എടുത്തിട്ട് വരാനല്ല പറഞ്ഞത്. അവൻ അവരെ സൗഖ്യമാക്കി. അല്ല, ഒരു 3 ദിവസം കഠിന ഉപവാസം ഇരിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ല പറഞ്ഞത്. അവൻ അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ.
ആ എന്നിവിടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. കാരണം എന്താ? ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനങ്ങളെ യേശു അഴിക്കുന്നു. ഹല്ലേലൂയ. ബന്ധനം അഴിയും കെട്ടുകൾ അഴിയുമെന്ന് നമ്മൾ പാട്ട് പാടുന്നുണ്ട്. പക്ഷേ ബന്ധനങ്ങൾ അഴിഞ്ഞു എന്നുള്ള സാക്ഷ്യം കേൾക്കുമ്പോൾ, രോഗികൾ സൗഖ്യമായി എന്നുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ യുക്തിബോധം അവിടെ എഴുന്നേറ്റ് വരും. അതെങ്ങനെ നടന്നത്? അത് പിന്നെ ഈ പറയുന്ന പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോയാൽ മതി എന്റെ സൗഖ്യം കിട്ടാൻ. പാടുന്നെന്തുവാ? ആ പാടിയവർക്ക് പോലും ആ വിശ്വാസം ഇല്ലാത്തൊരു നാളിലേക്ക് നമ്മൾ ചൂടുവെച്ചിരിക്കുകയാണ്. പക്ഷെ കർത്താവിന്റെ പ്രസൻസ് എവിടെയുണ്ടോ, കർത്താവിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ വിടുതൽ ഉണ്ടാകും. ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. ദേശങ്ങളിൽ നിന്ന് ജനം ഒന്നിച്ചുകൂടി അവന്റെ സ്തുതി പരന്നു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെ ശുപാർശ വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 9-ന്റെ 17 മുതൽ 19 വരെ. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ. അപ്പം ആ വ്യക്തി സംസാരിക്കുന്നില്ല. സംസാരിക്കാത്തതിന്റെ കാരണം എന്താ? ഊമനായ ആത്മാവിന്റെ കൺട്രോൾ അവന്റെ മേൽ വന്നു കഴിഞ്ഞിരിക്കുക. ആ എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എവിടെ വെച്ച് ആ ഭൂതം അവനെ പിടികൂടിയാലും എന്ന് പറഞ്ഞ് ഇവന്റെ കൺട്രോൾ ശരിയാവണ്ണം ഉണ്ടാകുമ്പോൾ നീ തള്ളിയിടും. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട്. കേട്ടോ, ഇതാണ് വരുന്ന പ്രശ്നം. ചില പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗി സൗഖ്യമാകുന്നു. ഇവിടെ ചിലയിടത്തൊക്കെ അങ്ങ് സൗഖ്യത്തോടെ സൗഖ്യം, ചിലയിടത്തൊക്കെ അങ്ങ് വിടുതലോടെ വിടുതലും അത്ഭുതവും പറഞ്ഞ് അന്ത്യകാലത്ത് കുറെ എഴുന്നിട്ടുണ്ട് അല്ലേ? പ്രസംഗം മിനാറ്റോ ആ രീതിയിലേക്ക് അങ്ങ് പോകും അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വിടുതൽ ഉണ്ടാകാത്തത്? എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല? അതിന് കൃത്യമായ ഉത്തരവാണ്. ശിഷ്യന്മാരെടുത്ത് ഞാൻ എന്റെ മകന്റെ വിഷയമായി വന്നു, അവർക്ക് ഈ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല. പിടികിട്ടുന്നുണ്ടോ? യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെടുത്ത് എന്ത് ചെയ്തു? ഞാൻ ഈ എന്റെ മകന്റെ വിഷയമായി വന്നു, പക്ഷേ വായിച്ചു, നിന്റെ ശിഷ്യന്മാർക്ക് അവർക്ക് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അവൻ അവരോട്, യേശു അവരോട്, അവിശ്വാസമുള്ള തലമുറയെ. ഇപ്പം സൗഖ്യം നടക്കാത്തതിന്റെ വിഷയം എന്താണ്? കൂടിവരവുണ്ട്, കയ്യടിയുണ്ട്, ആരാധനയുണ്ട്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടന എന്ന നിലയ്ക്ക് സംഘടിത മനോഭാവത്തോടെ ഒന്നിച്ചു കൂടുന്നുണ്ട്. മറ്റൊന്ന് ഉയരാതിരിക്കാൻ വേണ്ടി പണി നടത്തുന്നുണ്ട് അല്ലേ? പക്ഷെ അവിടെ ആരില്ല? ദൈവമില്ല, ദൈവാത്മാവുമില്ല. അവിശ്വാസമുള്ള തലമുറയോട് എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. സ്തോത്രം. വായിച്ചു. എത്രത്തോളം ഞാൻ നിങ്ങളോട് പൊറുക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരും. കേട്ടോ? അപ്പൊ അവിശ്വാസികളായി തന്റെ കൂടെ നടക്കുന്നവർക്ക് അവർക്കുള്ള മറുപടി കൊടുത്തിട്ട് കർത്താവ് പറയാണ്, അവനെ എന്റെ അടുക്കലോട്ട് കൊണ്ടുവരും. വായിച്ചു. അത്ര അതിന്റെ 19 വരെ വായിച്ചല്ലേ? ഓക്കെ. 25 മുതൽ 27 വായിച്ചാൽ 25 മുതൽ അതേ അദ്ദേഹത്തിന് 25 മുതൽ 27 വരെ. പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകടനുമായിരുന്ന ഭൂതത്തിനോട് പറയുക, അത് വിട്ടുപോവുക എന്ന് പറഞ്ഞു. ഇനിയും അവനിൽ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് യേശു പറയുക. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് താഴെ വീണ് അവൻ കിടന്ന് ഇഴഞ്ഞ് എന്ത് ചെയ്തു? അവന്റെ ശരീരത്തിൽ നിന്നും ആ ഭൂതം വിട്ടുപോയി. അവൻ മരിച്ചുപോയെന്ന് വല്ലതും പറഞ്ഞ ഭൂതം അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടു. അവൻ കിടന്ന് നിലത്ത് കിടന്ന് ഇഴഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് ചലനമൊന്നുമില്ല. അയ്യോ, അവൻ മരിച്ചു പോയോ എന്ന് എല്ലാരും ചിന്തിച്ചു. ചലനമറ്റ് കിടക്കുകയാണ്. യേശുവിന്റെ കൈക്ക് പിടിച്ച് നിവർത്തി
അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാൽ. കർത്താവിന്റെ സമീപനം അന്ധകാര ശക്തികളോട്, ആഭിചാര ശക്തികളോട്, ഡിമോണിക് സ്പിരിറ്റ്സിനോട്, അതിന്റെ ഫംഗ്ഷനോട് കർത്താവിന്റെ അപ്രോച്ച് എന്തായിരുന്നു? നീ നിന്റെ കുടുംബം ചെയ്ത തിന്മകളുടെ അനന്തരഫലമാണ് ഈ രോഗം. ഈ പൈശാചിക ബന്ധനം ഉണ്ടായത് ഇന്നതുകൊണ്ടാണ്. എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരാൻ നിനക്കൊന്നും ലജ്ജയില്ലേ എന്നൊന്നും അല്ല കർത്താവ് എന്ത് ചെയ്തത്, അവരോട് മറുപടി പറഞ്ഞത്. കർത്താവിൻ്റെ അടുത്ത് നിലവിളിച്ച് വന്നവരോട്, പ്രാർത്ഥനാ വിഷയമായി വന്നവരോട് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഊമനും ചെകിടനുമായിരുന്നവരെ, നൂരാൻ കഴിയാത്തവരെ, ചന്ദ്രരോഗികളെ, നാനാവ്യാധിക്കാരെ, ഭൂതഗ്രസ്തരായവരെ കർത്താവ് അവർക്ക് വിടുതൽ കൊടുത്തു. എന്നാൽ തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അത് സാധിക്കാതെ വന്നു. പിന്നീട് അടുത്ത ഭാഗം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പിന്നീട് ശിഷ്യന്മാരെ എന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ എന്തുകൊണ്ട് ഞങ്ങളുടെ കയ്യാൽ അത് നടന്നില്ല? അതിന് മറുപടി കർത്താവ് ആരംഭത്തിൽ അവർ കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് പിന്നെ ചോദിക്കുക എന്തുകൊണ്ട് നടന്നില്ല? കർത്താവ് പറയുന്നത് പ്രാർത്ഥനയിലൂടെ ചിലത് നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. വാട്ട് ഈസ് പ്രയർ? എന്താ പ്രാർത്ഥന? ദൈവശക്തിയിൽ ബന്ധപ്പെട്ടിരിക്കുക, ആത്മബലത്തിൽ ചലിക്കുക, ജഡത്തിൽ ചലിക്കാതിരിക്കുക. ലോകത്തിന്റെ പ്രാപഞ്ചിക തലങ്ങളുടെ ആലോചനകൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് ചലിച്ചാൽ ഒരത്ഭുതവും നിനക്ക് ചെയ്യാൻ കഴിയില്ല, നീ കാണത്തുമില്ല. എന്നാൽ ആത്മശക്തിയിൽ ദൈവകൃപയെ ചലിച്ചാൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും നിന്റെ മേൽ ഫലിക്കത്തില്ല. നീ കൽപ്പിക്കുന്നത്, നീ പറഞ്ഞു വിടുന്നത് തന്നെ സംഭവിക്കും. ഇന്നത് ഭവിക്കട്ടെ എന്ന് നീ അതിനെ തുറന്ന് പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. കർത്താവേ, അത് സംഘടിത ബലമാണ്. ഒരുപാട് സംവിധാനങ്ങൾ. ഈ അടുത്തിടെ ഞാനൊരു ഫേസ്ബുക്കിലൊരു വാർത്ത, ഒരു ദേവദാസന്റെ സഭയ്ക്കെതിരെ നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരാളുടെ മറുപടി, വലിയൊരു പ്രസ്ഥാനത്തോടാണ് ഇവന്റെയൊക്കെ കളി, വലിയൊരു പ്രസ്ഥാനത്തോടെ ഇവന്റെയൊക്കെ കളി. ഈ പ്രാർത്ഥിക്കാൻ വരുന്ന പാസ്റ്റർമാരൊക്കെ ഓടി അടി വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളൊന്ന് അടങ്ങിയത് കൊണ്ടാണ് ഇതൊക്കെ. സ്തോത്രം. തിരിച്ചതേ നാണയത്തിൽ അവിടെ വന്ന് പ്രസംഗിച്ചവരൊക്കെ അതേ മറുപടി കൊടുത്തു. അടിക്കാനും തല്ലാനും ഒക്കെ കഴിവും പ്രാപ്തിയുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ട്. പക്ഷെ തല്ലാതിരിക്കുന്നത്, തിരിച്ചതേ നാണയത്തിൽ പെരുമാറാതിരിക്കുന്നത്, പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. വിവേകമുള്ളവന്റെ, ജ്ഞാനമുള്ളവന്റെ ഭാഷയല്ല ഈ തല്ലുമടിക്കും. നീ ഒരു ആത്മീയ തലത്തിൽ അല്ലെങ്കിൽ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിന്റെ ദൈവത്തിന് പവർ ഉണ്ടെങ്കിൽ ആ പവർ വെളിപ്പെടട്ടെ. ശരിയോ തെറ്റെന്നോ തിരിച്ചറിയട്ടെ. ജനം സ്വതന്ത്രമാകട്ടെ. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് ജനങ്ങൾ മോചിതരാകട്ടെ. ബന്ധിക്കാൻ ശ്രമിക്കുന്ന സംഘടിത സംവിധാനങ്ങളെ നിർവീര്യമാക്കുന്ന ആത്മബലം ഇന്നാളുകളിൽ ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. വാളിനും വടിക്കും സംഘടനാ ശക്തിക്കും സംഘബലങ്ങൾക്കും ഒതുക്കാൻ പറ്റാത്ത ദൈവകൃപയുടെ വ്യാപാരം നിങ്ങളിലൂടെ ലോകം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരുണ്ട് ഞങ്ങളുടെ കൂടെ? ഒറ്റ വാക്കുകൊണ്ട് സർവത്തെ ഉണ്ടാക്കിയ ദൈവം ഊരിപ്പിടിച്ച വാളുമായി തെരുവുകൾ നിനക്ക് കാവലായി ഇറങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ നിയമങ്ങളെയും സംവിധാനങ്ങളെയും മാറ്റിയിടുവാൻ കെൽപ്പും ത്രാണിയുമുള്ള ദൂതഗണങ്ങൾ നിനക്ക് വേണ്ടി ഇറങ്ങുവന്നേ. സർവശക്തനെ കർത്താവിന്റെ ആജ്ഞയെ സ്വീകരിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആദർശ മണ്ഡലത്തിന്റെ വ്യാപാരം ലോകം കാണുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എന്നുണ്ടാകണം? പ്രാർത്ഥനയിൽ നീ ബലപ്പെടണം, ആത്മശക്തിയിൽ ബലപ്പെടണം. ഭൗതികത കൊണ്ടല്ല നേരിടേണ്ടത്. അതിൽ ജഡിക തലങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ജഡിക തലം കൊണ്ടല്ല നേരിടേണ്ടത്. ആത്മബലത്തോടെ നേരിടുവാൻ നിങ്ങൾ തയ്യാറായാൽ ചിന്തിക്കാത്തത്, നനയ്ക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിട വരും. നിങ്ങളുടെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കും. അരുമനാഥ, പ്രിയപിതാവ്, വിവിധ പ്രശ്നങ്ങളാൽ, വിവിധ വിഷയങ്ങളാൽ ഹല്ലേലൂയ പ്രാർത്ഥനയൊക്കെ ആയിരിക്കുന്നൊരു ഇതിനകത്തുണ്ടല്ലോ അപ്പ. അവിടെ എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. അന്ധകാര കെട്ടുകൾ പൊട്ടി മാറട്ടെ.
ദുഷ്ടന്റെ സകല വ്യാപാരങ്ങളിൽ നിന്ന് ജനങ്ങൾ സ്വതന്ത്രരാകട്ടെ. സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനുമുള്ള കൃപ ഈ ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. കർത്താവിന്റെ കൃപയുടെ വ്യാപാരം വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. എൻ്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്ട്രി ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചവർ അവസാനത്തുള്ള രക്തം വരെ നിങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശു കർത്താവിന്റെ സ്നേഹം നിങ്ങളെ ദിനംപ്രതി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.